ഇടുക്കി കഞ്ഞിക്കുഴിയിൽ വയോധികൻ തെങ്ങിൻ മുകളിൽ കുടുങ്ങി. കഞ്ഞിക്കുഴി ചുരുളിപ്പതാൽ സ്വദേശി ഗോപിയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് തെങ്ങിൽ കുടുങ്ങിയത്. സമീപത്തെ പുരിയിടത്തിലെ തെങ്ങ് വെട്ടിമാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് സംഭവം. കഞ്ഞിക്കുഴി സ്വദേശി 65 വയസ്സുള്ള മരോട്ടിപ്പറമ്പിൽ ഗോപി എന്ന വയോധികനാണ് രാവിലെ തെങ്ങിൻ മുകളിൽ കുടുങ്ങിയത്. മരംവെട്ട് തൊഴിലാളിയായ ഗോപി സമീപത്തെ പുരിയിടത്തിൽ തെങ്ങ് വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം. തെങ്ങിൻ മുകളിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. ഞാൻ രാവിലെ പാല് വാങ്ങിക്കാനായിട്ട് റോഡിലോട്ട് ഇറങ്ങി. പാല് വാങ്ങിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തെങ്ങിൻ്റെ കയറ് കണ്ടുകൊണ്ട് ഞാൻ നോക്കി എന്താണ്. അപ്പോൾ ഒരാൾ അവിടെ അവശതയായിട്ട് തെങ്ങിൻ്റെ മണ്ടയിലിരിക്കുന്നു. ഞാൻ വേഗം ആ വീട്ടുകാരുടെ അടുത്ത് ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു ഇതുപോലെ അന്നേരം തെങ്ങ് വെട്ടാൻ കയറ്റിയതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പുള്ളി അവശനായിട്ടിരിക്കുകയാണ്, നിങ്ങളൊന്ന് വിളിക്കുക, എന്താണ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേനും എല്ലാവരും ആൾക്കാർക്ക് കൂടി വിവരങ്ങൾ ഫയർഫോഴ്സിൽ അറിയിച്ചു, പോലീസിൽ അറിയിച്ചു. അവരൊക്കെ സ്ഥലത്ത് വന്നു, ചാനലുകാർ വന്നു. അതുവഴി കടന്നുപോയ സമീപവാസിയായ മറ്റൊരാൾ തെങ്ങിൽ നിന്നും കയർ താഴേക്ക് കിടക്കുന്നത് കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അവശനിലയിൽ ഗോപി തെങ്ങിൻ മുകളിൽ ഇരിക്കുന്നതായി കണ്ടത്. തുടർന്ന് സ്ഥലമുടമയെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു. കഞ്ഞിക്കുഴി പോലീസും ഇടുക്കിയിൽ നിന്നുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി ഏറെ സാഹസികമായി ഗോപിയെ താഴെയിറക്കി. അബോധാവസ്ഥയിലായ ഇയാളെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാവിലെയാണ് ഈ കോളിന് കേൾക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ സ്റ്റേഷനിൽ എത്തി. സ്റ്റേഷന് കുറച്ച് ദൂരമുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്നിപ്പം കയറിയിട്ട് തെങ്ങിൽ കയറുന്ന കുറച്ച് പ്രയാസമായിരുന്നു. അയാൾ തിരിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ തെങ്ങിൽ നേരെ തേങ്ങ ഉള്ളതുകൊണ്ടൊക്കെ കുറച്ച് ടാസ്ക്കായിരുന്നു. പിന്നെ നാട്ടുകാരുടെ സഹായം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇതിൽ കയറാൻ സഹായിച്ചത് നമ്മളെ SFR ഉണ്ട്, അതുപോലെ FRO അനിലുണ്ട്. അവർ രണ്ടുപേരും കൂടെ നല്ല വനിതാ വിഭാഗം ഉൾപ്പെടെ ഇടുക്കി അഗ്നിശമന സേനയിലെ അഖിൽ സി, പ്രദീപ് കുമാർ, അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.